ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ശിവരാത്രി ആയിരുന്നു ഇന്നലെ. വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പരിപ്പൊന്നും ഇന്നലെ വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നിച്ചിരി പരിപ്പ് വെക്കാമെന്ന് വെച്ചാൽ പരിപ്പിനുള്ള പയറെല്ലാം വറുത്തു മാറ്റി. പിന്നീട് പപ്പടം കാച്ചി പരിപ്പും പപ്പടവും കൂട്ടി ചോറ് കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല ഇന്നലെ. അതുകൊണ്ടാണ് പപ്പടമൊക്കെ കാച്ചി വെച്ച് കുറച്ച് പപ്പടം ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഇച്ചിരി പയറുണ്ടായിരുന്നു കേട്ടോ. പയറിൻ്റെ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കാറില്ല. ഉപ്പും മഞ്ഞപ്പൊടി അങ്ങനെ ചേർക്കാറുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് എരി അങ്ങനെ ഇടാറില്ല. പിന്നെ പയറെല്ലാം അലകാക്കി കഴുകി അതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞു. അതിന് ശേഷം അത് വേവിക്കാൻ വെച്ചു കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി എല്ലാം പുരട്ടി വെച്ചിരുന്നെടുത്ത് എണ്ണയിലിട്ടിട്ട് വറക്കാനായിട്ട് എല്ലാം ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം പയറിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ഇളക്കുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ. ആ മഞ്ഞയും പച്ചയും കൂടി ചേർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ഈ ഇളക്കുമ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ഞങ്ങൾ വെള്ളം തിളപ്പിക്കാൻ എടുത്ത് വെച്ച് വെള്ളം ഞാനിപ്പം ബാർലരി ഇട്ടാണ് കുടിക്കാറുള്ളത്. സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ബാർലരി ഇട്ടാണ് ഇങ്ങനെ കുടിക്കാറുള്ളത്. പിന്നെ പയറിൻ്റെ അതെല്ലാം ഏകദേശം തിളച്ചൊക്കെ വന്നിട്ടോ. എന്നാലും വെന്തിട്ടില്ല. ഇങ്ങനെ കിടക്കുവാണ്. വെന്ത് കുറിയും എന്നാലേ നമ്മുടെ പയറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അരച്ച് ചേർക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിനകത്തോട്ട് പകുതി പയർ വേവായപ്പോഴത്തേക്കിന് അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ചേർത്ത് നല്ല മണം ഒക്കെ വരണ്ടേ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തു. എന്നിട്ടത് ഒന്ന് പത്തി ഇങ്ങനെ വെച്ചു. അത് പതുക്കെ ഇരുന്ന് വേവട്ടെ. പിന്നെ ഇടയ്ക്കൂടെ മക്കൾക്ക് രണ്ടുപേർക്കും കഫക്കെട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 നേരം ആവി ഉണ്ട്. അതുകൊണ്ട് പിന്നീട് ആ സമയം അറേഞ്ച് ചെയ്ത് നേരം അവർക്ക് ആവി പിടിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് ആവി പിടിച്ചു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അപ്പോഴത്തേക്കും നമ്മുടെ പയർ ഏകദേശം വെന്തു കേട്ടോ. പയർ അലകാക്കിയത് വെന്തു പരിപ്പിനുള്ളത്. പിന്നെ അരച്ച് വെച്ചിരുന്ന അരപ്പൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തു കേട്ടോ. അതിങ്ങനെ ഇനി കളർ രണ്ടും കൂടെ ഒന്ന് ചേർന്ന് വരുമ്പോഴത്തേക്കിന് നമ്മുടെ പരിപ്പിൻ്റെ ഒരു മഞ്ഞ കളർ കിട്ടും. പിന്നെ അതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്ന നെയ്യ് കൂടെ കേട്ടോ. അതിന് ശേഷം അതിനകത്ത് കടുവും വറുത്തിട്ട് അങ്ങനെ പരിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ചേ വെച്ചുള്ളൂ. ഒരു പിടി പയറെടുത്തേ പരിപ്പ് വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൊടുത്ത് ശിവരാത്രിയായിട്ട് കൊടുത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ഉച്ചയൂണ്. നമുക്ക് പരിപ്പുണ്ട്, പപ്പടവും, പിന്നെ ഇന്നലത്തെ ഇച്ചിരി അയിലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നുകൂടെ ചൂടാക്കിയെടുത്ത് പിന്നെ നാരങ്ങ അച്ചാർ, പയർ മെഴുക്കുവരട്ടി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.